പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഉദ്ഘാടനം ആഘോഷമാക്കാൻ ഒരുങ്ങി ഗൂഗിൾ ഡൂഡിൽ. പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിനെ നിർവചിക്കുന്ന തരത്തിലാണ് ഗൂഗിൾ ഡൂഡിൽ തങ്ങളുടെ പുതിയ രൂപകൽപ്പന പുറത്തിറക്കിയിരിക്കുന്നത്. ആനിമേറ്റഡ് ചിത്രങ്ങൾ നദിയിലൂടെ ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആദൻ ഏപ്രിൽ 16 കൊളുത്തിയ ദീപം പാരീസ് സമയം വെള്ളിയാഴ്ച രാത്രി 8:24 ഗെയിംസ് വേദിയിൽ കൊളുത്തുന്നതോടെ ഒളിമ്പിക്സിന് ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് നടക്കുന്നത്. മാർച്ച് പാസ്റ്റ് സെൻ നദിയിൽ നടക്കും. സെൻ നദിയുടെ കിഴക്കൻ ഭാഗമായ ഓസ്ട്രേലിയറ്റ് പാലത്തിന് സമീപം നിന്ന് താരങ്ങൾ ബോട്ടിലായിരിക്കും ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നത്. 80 ബോട്ടുകളിലായി 6 കിലോമീറ്ററോളം സഞ്ചരിച്ചായിരിക്കും താരങ്ങൾ എത്തുന്നത്. പല പ്രതിസന്ധികൾ മറികടന്നാണ് തുറന്ന വേദിയിൽ ഉദ്ഘാടനം വയ്ക്കുന്ന രീതിയിലേക്ക് സംഘാടകർ എത്തിയിരിക്കുന്നത്. ഈ ഒരു ആശയമാണ് ഗൂഗിൾ ഡൂഡിൽ ആനിമേഷൻ ചിത്രത്തിലൂടെ നൽകിയിരിക്കുന്നത്. സെൻ നദിയിലൂടെ മത്സരാർത്ഥികളെ വഹിച്ചുകൊണ്ടുള്ള ഈ ചിത്രം അത്ലറ്റുകളായിട്ടാണ് ആനിമേഷൻ കഥാപാത്രങ്ങളെ ഗൂഗിൾ നൽകിയിരിക്കുന്നത്. വർണ്ണോപമായ പരിപാടികളോടെയാണ് വെള്ളിയാഴ്ച ചടങ്ങുകൾ നടക്കുന്നത്. ഗൂഗിളും അതിനൊപ്പം സഞ്ചരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഡൂഡിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നേരിട്ട് പാരീസ് ഒളിമ്പിക്സ് സംബന്ധിച്ച പേജുകളിലേക്ക് ആണ് പോകുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഗൂഗിൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിന് പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. 329 മത്സരങ്ങളാണ് നടക്കുന്നത്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നും 117 താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ 70 പുരുഷ താരങ്ങളും 47 സ്ത്രീ താരങ്ങളുമുണ്ട്. സെൻ നദിയിലൂടെയാണ് താരങ്ങളുടെ തുറന്ന മാർച്ച് നടക്കുന്നത്. തുടർന്ന് 3 മണിക്കൂറോളം നീളുന്ന ഉദ്ഘാടന ചടങ്ങ് നടക്കും. പാരീസിന്റെയും ഫ്രാൻസിന്റെയും സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന തരത്തിലുള്ള പരിപാടികളായിരിക്കും നടക്കുക. പാരീസിൽ ഇന്ത്യക്ക് അനുകൂല സാഹചര്യമായിരിക്കുമെന്നാണ് അജു ബേബി ജോർജ് പറഞ്ഞിട്ടുള്ളത്. പാരീസ് എന്നും ഒരു പ്രകാശനാളമായിരുന്നു. വിപ്ലവത്തിന്റെയും കലയുടെയും ചിന്തയുടെയും സമരങ്ങളുടെ എത്തിയ നാളം. ആ വെളിച്ചം പല നാടുകളെയും ജ്വലിപ്പിച്ചു, മനുഷ്യന്മാരെ ഉണർത്തി. ഇന്ന് 206 രാജ്യങ്ങളിലെ 1500 കായിക താരങ്ങൾ മറ്റൊരു ദീപനാളത്തിന്റെ വെളിച്ചത്തിൽ അരങ്ങിലെത്തിയിരിക്കുന്നു. യുദ്ധവും പാലായനവും രക്തച്ചൊരിച്ചിലും ആസൂത്രിതവും തുടരുമ്പോഴും മനുഷ്യന്റെ ഏകോദര സാഹോദര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും കാലം അവസാനിച്ചിട്ടില്ല എന്ന വിളംബരമാകും. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിന് ഉദ്ഘാടനം തുറന്ന വേദിയിൽ നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. സെൻ നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ നടക്കുന്നത്. ഈഫൽ ഗോപുരത്തിന് മുന്നിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.